ഹലോ എവരി വൺ, വെൽക്കം ടു അന്നാസ് കിച്ചൻ. ഇന്നത്തെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കസ്റ്റാർഡ് ക്രീം അല്ലെങ്കിൽ കസ്റ്റാർഡ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങളാണ്. ഇത് കസ്റ്റാർഡ് പൗഡറാണ്. പൗഡറായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇത് ഞാനൊരു 3-3.5 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഗ്രാം പറഞ്ഞാൽ ഒരു 25 ഗ്രാം. പിന്നെ ഒരു 1/2 ലിറ്റർ പാലുണ്ട്. പിന്നെ ആവശ്യമായ പഞ്ചസാര, പിന്നെ ഫൈനൽ ഉണ്ടാക്കി കഴിയുമ്പോൾ അതിന് മേളിൽ വെക്കാനുള്ള ചെറിപ്പഴം. ഇത്രയാണ് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സ്മൂത്ത് മിക്സ്ചർ ഉണ്ടാക്കാം. അതായത് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന 1/2 ലിറ്റർ പാലിനകത്തുനിന്ന് ഒരു 100 ml മാറ്റി വെച്ചിട്ടുണ്ട്. അതാണ് ആ ഗ്ലാസ്സിൽ കാണുന്നത്. അപ്പോൾ ഞാൻ ഈ മിക്സ്ചർ എടുത്ത് ഈ ബൗളിലേക്ക് ഇടുകയാണ്. അതായത് നമ്മുടെ കസ്റ്റാർഡ് പൗഡർ. അപ്പോൾ എൻ്റെ ഈ ഗ്ലാസ് എന്ന് പറയുന്നത് 200 മില്ലിയുടെ ഗ്ലാസ്സാണ്. അപ്പോൾ അതിൻ്റെ ആ പകുതി എടുത്തപ്പോൾ 100 മില്ലി ആയി. അത് നമുക്കിതിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ലൊരു സ്മൂത്ത് പേസ്റ്റായിട്ട് കിട്ടണം. പേസ്റ്റ് ഇല്ലെങ്കിലും അത്രയെങ്കിലും ഒരു സ്വല്പം തിക്നെസ് ആയിട്ട് കിട്ടണം. ഇത് നമുക്ക് എഗ് ബീറ്റർ വെച്ചിട്ടാണെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടാണെങ്കിലും ചെയ്യാം. ഏകദേശം ഇതേ ഒരു രൂപത്തിൽ വരണം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബാക്കിയുള്ള പാല് ഒരു പാനിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇടാം. ഞാൻ ഒരു ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ഞാനൊരു 5-6 സ്പൂൺ വരെ ഇടുന്നുണ്ട്. ഇത് ടീസ്പൂണിലാകുമ്പോൾ ഇതൊരു മീഡിയം മധുരമാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ ഇതിൽ കൂടുതലിടാം. നമുക്കിത് അടുപ്പത്തേക്ക് വെക്കാം. ഇതിലേക്ക് അടുപ്പത്തേക്ക് വെച്ച് ഇതിൽ നമ്മൾ പഞ്ചസാര ഇട്ടിട്ടുണ്ടോ എന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് നന്നായിട്ടൊന്ന് ഇളക്കാം. അത് അടിയിൽ പഞ്ചസാര പിടിച്ച് കരിയാതിരിക്കാനാണ് ഞാൻ ഈ ഇളക്കി കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് തിളയ്ക്കാൻ അനുവദിക്കാം. ഇപ്പോൾ പാല് തിളച്ച് കഴിഞ്ഞു. നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ആ മിക്സ്ചർ, പൗഡറിൻ്റെയും പാലിൻ്റെയും മിക്സ്ചർ അതിലേക്ക് നമുക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വെച്ച് ഇതൊന്ന് 2 to 3 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. കാരണം ആ മിക്സ്ചറും പിന്നെ നമ്മുടെ പാലും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് യോജിച്ച് വരണം. ഇപ്പോൾ അത് 2 to 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിതൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ബൗളിൽ ഇതൊരു 15 മിനിറ്റ്സ് റൂം ടെമ്പറേച്ചറിലിരുന്ന് നന്നായിട്ട് തണുക്കണം. അതിന് ശേഷമാണ് നമ്മൾ 1 അവർ ഫ്രിഡ്ജിൽ വെക്കുന്നത്, റെഫ്രിജറേറ്ററിൽ വെക്കുന്നത്. 1 അവർ വെച്ചതിന് ശേഷമാണ് നമുക്ക് കഴിക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പം ഞാൻ എടുത്ത് വെച്ചിരുന്ന ഈ ചെറുപ്പഴം ഞാൻ ഇതിൻ്റെ മുകളിൽ വെക്കുകയാണ്. അതൊരു ഡെക്കറേഷന് വേണ്ടി. പിള്ളേർക്കൊക്കെ ഇഷ്ടമാണ് കസ്റ്റാർഡിന് മുകളിലിടുന്നത്, ചെറിപ്പഴമൊക്കെ വെക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ റൂം ടെമ്പറേച്ചറിൽ ഒരു 15 to 20 മിനിറ്റ്സ് ഞാൻ വെക്കും. അതിനുശേഷം ഫ്രിഡ്ജിൽ വെക്കും. ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ച് ആഫ്റ്റർ 1 അവർ നമുക്ക് എടുത്ത് നോക്കാം. ഇനി ഇത് ഞാൻ ഫ്രിഡ്ജ് വെക്കാൻ പോവാണ് ഒരു 1 അവർ. ഇപ്പോൾ 1 അവർ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് അതൊന്ന് എടുത്ത് നോക്കാം. അപ്പോൾ ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ട്. നോക്കുക, അതിപ്പോൾ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല ടേസ്റ്റിയാണ്. ഇത് പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഫ്രൂട്ട്സ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഈ കസ്റ്റാർഡ് എടുത്തിട്ട് അതിലേക്ക് ഫ്രൂട്ട്സ് അരിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കാൻ അതുങ്ങൾ മടിയില്ലാതെ കഴിച്ചോളും. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. Thank you for watching my video. See you soon and please subscribe my channel.